ഹായ് നമസ്കാരം. UAE ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് UAEയിലെ മെറ്റേണിറ്റി ലീവിൻ്റെ നിയമങ്ങളെ പറ്റിയാണ്. UAEയിൽ ജോലി ചെയ്യുന്നവരായാലും UAEയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഫീമെയിൽ എംപ്ലോയിക്ക് 60 days ആണ് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. UAE റൂൾ അനുസരിച്ച് മെറ്റേണിറ്റി ലീവ് 60 days ആണ് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ 45 days ഫുൾ സാലറി ആയിരിക്കും ലഭിക്കുന്നത്. പിന്നീടുള്ള 15 days അതിൽ 15 days ഹാഫ് പേ ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 60 days മെറ്റേണിറ്റി ലീവായിട്ട് ലഭിക്കുന്നത്. മെറ്റേണിറ്റി ലീവ് 60 days എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആനുവൽ ലീവിന് അർഹതയുണ്ടെങ്കിൽ അതും ഈ മെറ്റേണിറ്റി ലീവിൻ്റെ കൂടെ തന്നെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയുന്നത്, ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ വൈകല്യമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും 30 days ഫുൾ സാലറി ലീവ് കൊടുക്കേണ്ടതാണ്. 30 daysന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും 30 days വിത്തൗട്ട് സാലറി ലീവ് അനുവദിക്കേണ്ടതാണ്. അടുത്ത ഒരു പോയിൻ്റ് പറയുന്നത്, പ്രഗ്നൻസിയുടെ പേരിൽ ഒരു ഫീമെയിൽ വർക്കറെയും ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. അടുത്തതായി പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. മെറ്റേണിറ്റി ലീവിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ഡേറ്റ് വെച്ച് നോക്കി 6 മാസം വരെയോ അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലോ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി 1-2 ബ്രേക്ക് നൽകണമെന്ന് പറയുന്നു. മാക്സിമം 1 hour ആണ് ആ ബ്രേക്കിന് ആയിട്ട് കൊടുക്കുന്നത്. ഓഫീസ് അടുത്തല്ലെങ്കിൽ 1 hour ലേറ്റായോ അല്ലെങ്കിൽ 1 hour നേരത്തെയോ ഓഫീസിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. അടുത്ത ഒരു പോയിൻ്റായിട്ട് ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പറയുന്നത്, ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 6 മാസം വരെ ലീവ് എടുക്കാവുന്നതാണ്. ഇത്രയുമൊക്കെയാണ് മെറ്റേണിറ്റി ലീവിനെ പറ്റി മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട UAE റൂൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.